രാവിലെ നല്ല പാട്ടൊക്കെ കേട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വിളിക്കണു ചെറിയൊരു പണി തരാനായിട്ട്. മത്തി മേടിച്ചിട്ടുണ്ട്, ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് പൊരിച്ച് തരണമെന്ന് പറഞ്ഞു. കറി അമ്മ വെച്ചോളാന്ന്. എന്നാൽ പിന്നെ പൊരിച്ചേക്കാന്ന് കരുതി. അപ്പോൾ ദേ മത്തി എടുത്തിങ്ങനെ കുറച്ച് വരയൊക്കെ ഇടണമല്ലോ, എങ്കിലാണല്ലോ മസാലയൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ വരയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് പേസ്റ്റാക്കി കുറച്ച് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. ഒരമുറി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ഇച്ചിരി മുളക് പൊടി ഇടാം, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടാം. എനിക്കിഷ്ടമാണ്, അത് കാരണം ഒരു 1/4 ടീസ്പൂൺ അതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒഴിക്കുന്ന വാളംപുളിയാട്ടോ. ചെറിയൊരു കഷ്ണം വാളംപുളി എടുത്ത് പിഴിഞ്ഞിട്ട് അതുകൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അങ്ങ് പുരട്ടി അകത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ ആ പുളിയൊക്കെ പിടിച്ചിരിക്കുള്ളൂ. കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ അമ്മയുടെ മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാടൻ സ്റ്റൈലും കറിയാട്ടോ വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാനിന്ന് ആ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും മീൻ ഇതുപോലെ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെയ്യണം, ചുമ്മാ ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. മീനുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മീനാട്ടോ മത്തി. മത്തി പൊരിച്ചത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. എനിക്ക് തോന്നുന്നു പല ആളുകളുടെ ഇഷ്ട വിഭവം ഈ മത്തി പൊരിച്ചായിരിക്കും. നന്നായിട്ട് പൊരിഞ്ഞ് മൊത്തി കരി മുരാന്ന് കടിച്ച് തിന്നുന്ന ഒരു സുഖം വേറൊരു മീൻ പൊരിച്ചാലും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നാറ്. എന്തായാലും നമ്മളിതിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചും കൂടെ നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുത്തരി ചോറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചോറ് പോകുന്ന വഴി അറിയില്ല. ഞാനിതെൻ്റെ ഒരു അളവിനാണ് കേട്ടോ കഴിക്കുന്നത്. ഡയറ്റൊക്കെ ആയതുകൊണ്ടേ തടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതേ കുറച്ച് മീനൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പൊരിച്ച് ഇപ്പം അങ്ങ് എടുത്തല്ലേ ഉള്ളൂ, നല്ല ചൂടുണ്ട്. ആഹാ, എന്ത് ടേസ്റ്റ് അറിയോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങോട്ട് കഴിക്കാൻ പോണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രീത ജിനി. ബൈ, ടാറ്റാ.